പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമുക്ക് പരസ്പരം കൂടിയിരുന്ന് കുറച്ച് നേരം സംസാരിക്കാം. വിഷയവും അതിൻ്റെ പ്രാധാന്യമൊക്കെ വയനാടിൻ്റെ സമകാലിക പരിസരത്ത് ഏറെ പ്രസക്തമായതാണ്. വയനാട്ടുകാർ മാത്രമല്ല, മുഴുവൻ കേരളീയരും ഭാരതീയരും ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വയനാടിൻ്റെ സമര ചരിത്രം, അതിൻ്റെ വർത്തമാനകാലത്ത് അതിനുള്ള പ്രസക്തി ഒക്കെയാണ് നമ്മൾ അന്വേഷിക്കുക. എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റുകളെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ മേഖലയിൽ ആധികാരികമായി പറയാൻ കെൽപ്പുള്ള, അത് എന്നെപ്പോലെ പുസ്തകം വായിച്ച് മാത്രം ജ്ഞാനമുള്ള ആളുകളല്ല, ജീവിതം തന്നെ ഇത്തരം പോരാട്ടങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള, ഹോമിച്ചിട്ടുള്ള രണ്ട് വലിയ മനുഷ്യർ ഞങ്ങളുടെ കൂടെയുണ്ട്. അതിൽ ഞാനും സുഹൃത്ത് ജോസഫ് സ്കറിയ സാറും മാത്രമേ ഒരുപക്ഷെ അക്കാദമീഷ്യൻ എന്ന് പറയാവുന്ന തലത്തിലുള്ളൂ. സി കെ ജാനുവച്ചിനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജാനുവച്ചിയുടെ ജീവിതം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 16-17 വയസ്സ് മുതൽ തന്നെ പൊതുരംഗത്ത് അവർ സജീവമാണ്. 22 വയസ്സ് വരെ അവർ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം സൗത്ത് ഇന്ത്യൻ ആദിവാസി ഫോറം എന്ന പേരിൽ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആദിവാസി സമരമുഖങ്ങളെ ഏകോപിപ്പിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനത്ത് വരുന്നു. തുടർന്ന് ഇങ്ങോട്ടുള്ള പോരാട്ടങ്ങൾ, അത് 2001 തിരുവനന്തപുരത്ത് വെച്ച് ആദിവാസികളുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ 48 ദിവസം നീണ്ടുനിന്ന കുടിൽക്കെട്ടി സമരം നടക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭരണകർത്താക്കളെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ, കാരണം വയനാട്ടിൽ നിന്നും ഇടുക്കിയിൽ നിന്നൊക്കെയുള്ള ആദിവാസികൾ അവിടെ ചെന്ന് നമ്മുടെ അനന്തപുരിയിൽ അങ്ങനെ ഒരു സമരം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ സമരത്തിൻ്റെ തുടർച്ചയാണ് 2003 മുത്തങ്ങ സമരം നടക്കുന്നത്. അതിൻ്റെ ശേഷം 2016 148 ദിവസം നീണ്ടു നിന്ന നിൽപ്പു സമരം. അങ്ങനെ പ്രക്ഷുബ്ധമായ നിരവധി സമരമുഖങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള, അതിപ്പോഴും ആ മേഖലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജാനുവച്ചി ഇവിടെയുണ്ട്. വിജയൻ കുഴിവേലി ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ വേറൊരു മുഖം. ഞാനൊക്കെ മാനന്തവാടി ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാനന്തവാടി ടൗണിൽ വിജയനൊക്കെ നടത്തുന്ന സമരങ്ങൾ, യുവജനവേദിയുടെയൊക്കെ ബാനറിൽ ജീവിതത്തിൻ്റെ പകുതിയിലേറെയും നീണ്ട 35 വർഷം, സമീപകാലത്ത് മാത്രമാണ് സ്വല്പം ഒന്ന് നിശബ്ദനായിട്ടുള്ളത്. പക്ഷെ 35 വർഷക്കാലം യുവജനവേദിയുടെയും CPI-MLൻ്റെയും ഒക്കെ പോരാട്ടങ്ങളുടെ മുൻപന്തിയിലുണ്ടായിരുന്ന, വയനാട്ടിലും സംസ്ഥാനത്തുടനീളം ഇതുപോലുള്ള നിരവധി പോരാട്ടങ്ങൾക്ക്, ആദിവാസികൾക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, അങ്ങനെ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടു പോയ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ മുഴുവൻ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു പുരുഷായുസിൻ്റെ പകുതിയിലേറെയും പൊരുതിയിട്ടുള്ള മനുഷ്യനാണ് വിജയൻ കുഴിവേലി. ജോസഫ് സ്കറിയ സാറ് ഞാൻ പറഞ്ഞു അക്കാദമിഷ്യനാണ്, കോളേജ് അധ്യാപകനാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ പഴശ്ശി സമരങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ കെൽപ്പുള്ള മനുഷ്യരാണ്. സ്കറിയ സാറിൻ്റെ കീഴിൽ പഴശ്ശി സമരങ്ങളിലെ വ്യവഹാര ഭാഷയെക്കുറിച്ച് ഗവേഷണം നടത്തി തലശ്ശേരി രേഖകളും പഴശ്ശി രേഖകളും ഒക്കെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ഒരുപാട് സംഭാവനകൾ ഇപ്പോഴും നമ്മുടെ അക്കാദമിക മേഖലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഞാനൊന്ന് വിശദമായി വരെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. വയനാടിൻ്റെ സമരചരിത്രം തുടങ്ങുന്നത്, അല്ലെങ്കിൽ തുടങ്ങേണ്ടത്, ഏകദേശം 256 വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്നാണ് എന്ന് തോന്നുന്നു. നമ്മളെയൊക്കെ ഒരു പ്രശ്നം, നമ്മൾ സാധാരണ ഈ സാമ്രാജ്യത്വ വിരുദ്ധ അല്ലെങ്കിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ കഥ തുടങ്ങുക 1857 മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന 857 വിപ്ലവത്തിൽ നിന്നാണ്. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 55 വർഷങ്ങൾക്ക് മുമ്പാണ് 1857 നമ്മൾ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 55 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്നത്തെ പനമരം ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് മിലിറ്ററി പോസ്റ്റ് അർദ്ധരാത്രിയുടെ ഇരുട്ടിൽ, അർദ്ധരാത്രിയിൽ ചെന്ന് തലക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിലുള്ള കുറിച്യ പടയാളികൾ ആക്രമിച്ച് തകർക്കുന്നത്.
അവിടെയുള്ള 70ഓളം ബ്രിട്ടീഷ് പട്ടാളക്കാരെ വധിക്കുന്നു എന്നു മാത്രമല്ല, അവിടെ കൈവശം ഉണ്ടായിരുന്ന 112 തോക്കുകൾ കൈവശമാക്കുന്നു. അന്നത്തെ 6000 രൂപ അവർ സ്വന്തമാക്കുന്നു. 112 പെട്ടി വെടിക്കോപ്പുകൾ സ്വന്തമാക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ ബ്രിട്ടീഷ് സർക്കാരിന് ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു സമരം. 5 ആദിവാസി പോരാളികൾ അതിൽ മരിക്കുന്നത്. കഴിഞ്ഞില്ല, തൊട്ടടുത്ത ദിവസം അവർ മാർച്ച് ചെയ്യുകയാണ്. എങ്ങോട്ടാണെന്നറിയോ? വെള്ളമുണ്ടക്കടുത്ത പുളിഞ്ഞാലിലേക്ക്. അവിടെയാണ് ബോംബെ ഇൻഫൻട്രിയുടെ 1-ാം ബറ്റാലിയൻ്റെ കേന്ദ്രം അവിടെയാണ്. അത് ഉപരോധിക്കുകയാണ്. വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബ്രിട്ടീഷ് സൈനികരുടെ പ്രധാന കേന്ദ്രമായിരുന്നു അന്നത്തെ പുളിഞ്ഞാൽ. ഇന്നത്തെ പുളിഞ്ഞാൽ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്. അവിടെ അവർ ഉപരോധിക്കുന്നു. 24 മണിക്കൂർ ഉപരോധം പിന്നിട്ടിട്ടും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അവസാനം കോഴിക്കോട്ടേക്ക് മെസ്സേജ് കൊടുത്ത് കോഴിക്കോട് നിന്ന് പട്ടാളത്തിന് 500 പേരടങ്ങുന്ന മറ്റൊരു ബറ്റാലിയൻ വന്നിട്ടാണ് തൽക്കാലം ജീവൻ രക്ഷിച്ചെടുക്കുന്നത്. അത് നടക്കുന്നത് 1802 ഒക്ടോബർ 11-നാണ്. അതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ തുടങ്ങേണ്ടത് വയനാട്ടിൽ നടന്ന അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രം തുടങ്ങേണ്ടത് എടത്തറയിൽ നിന്നാണെന്ന് ഞാൻ പറയും. മുത്തങ്ങക്കടുത്ത എടത്തറ കോട്ട. അവിടെയാണ് മൈസൂർ സുൽത്താൻ ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരലിയുടെ, ഒരുപക്ഷെയൊക്കെ ആർക്കെങ്കിലും വിരുദ്ധമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഇടപെടാവുന്ന സമയത്ത് അത് ചർച്ചയിൽ കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 1768 എടത്തറ കോട്ടയിൽ ഹൈദരലിയുടെ ഒരു കോട്ടയുണ്ടായിരുന്നു. ആ താവളം ലക്ഷ്യമാക്കി തലശ്ശേരിയിൽ നിന്ന് 716 ആളുകൾ ഉൾപ്പെടുന്ന തോമസ് ഹെൻറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം മാർച്ച് ചെയ്യുന്നുണ്ട്. എടത്തറ കോട്ടയിൽ വെച്ച് ഹൈദറിൻ്റെ ഈ കോട്ട ആക്രമിക്കുകയും അത് തകർക്കാനുള്ള സംരംഭത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അതിഭീകരമായ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് തോറ്റോടേണ്ടി വരുന്ന സാഹചര്യമാണ് അന്ന് തലശ്ശേരിയിൽ നിന്ന് മാർച്ച് ചെയ്ത ആ ബ്രിട്ടീഷ് സൈന്യത്തിനുണ്ടാവുന്നത്. അതിനുശേഷം 1797 അത് ഞാൻ പറഞ്ഞു, ദക്ഷിണേന്ത്യയിലെ സമര ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. അതിൻ്റെ സ്ഥിരാകേന്ദ്രമായി വർത്തിച്ചത് ഒരുപക്ഷെ അന്ന് വയനാടിനോടടുത്ത് ടിപ്പുവിൻ്റെയും പാഴ്സിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന നിരവധി പോരാട്ടങ്ങളാണ്. ഉത്തരേന്ത്യയിലൊക്കെ സമരങ്ങൾ അന്ന് സജീവമായി ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ പറയുന്ന 857 മഹത്തായ വിപ്ലവം എന്നൊക്കെ പറയുന്നത് ബഹദൂർ ഷായുടെയോ ഝാൻസി റാണിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രക്ഷോഭമാണ്. അതിനൊക്കെ കാരണങ്ങളും പിന്നാമ്പുറങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടേക്ക് തൽക്കാലം നമ്മുടെ വിഷയം ഒന്ന് വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ, നമ്മൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ 1797 അപ്പോഴേക്കും പഴശ്ശിയുടെ നേതൃത്വത്തിൽ വയനാടൻ കാടുകളിൽ വ്യാപകമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധമുറകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഒന്ന് അടിച്ചമർത്തുക. പഴശ്ശിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ കുറിച്യരും കുറുമരും നായരും ഒക്കെ സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊന്ന് അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കേണൽ ഡൗവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം പട്ടാളക്കാർ താമരശ്ശേരി ചുരം കടന്ന് ലക്കിടിയിൽ നിന്ന് പേരിയയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. എന്താ പേരിയയിലേക്ക് മാർച്ച് ചെയ്യാൻ കാരണം? പേരിയയിലാണ് മേജർ കാമറൂണിൻ്റെ നേതൃത്വത്തിൽ 1100 പേരടങ്ങുന്ന വലിയൊരു സംഘം. കാരണം വയനാടിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഏകദേശം 3000 വർഷം ബൈബിൾ പഴയ നിയമം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. സോളമൻ്റെ കപ്പലുകൾ ഈ മലബാർ തീരങ്ങളിൽ വന്നുപോയി ഇവിടെ വന്നുള്ള സുഗന്ധ വ്യഞ്ജന വസ്തുക്കൾ ഏലവും കുരുമുളകും ഒക്കെ കൊണ്ടുപോയതിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. പൂവാറിനാണ് പറയണത്. പൂവാറ് ബേപ്പൂരാണെന്നും തിരുവനന്തപുരത്തടുത്തുള്ള മറ്റൊരു സ്ഥലമാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും മലബാറിലെ ഈ വാണിജ്യത്തിന് ഏറെക്കുറെ 3000 വർഷത്തെ പഴക്കമുണ്ട്. അതിൽ തന്നെ അതിന് ഈ വയനാടൻ വനവിഭവങ്ങൾ, ഇവിടുത്തെ കുരുമുളകും ഇഞ്ചിയും ഏലവും ഒക്കെയാണ് ഈ 10-3000 വർഷമായി വിദേശ നാണ്യങ്ങൾക്ക് അറബികൾക്കും ഗ്രീക്കുകാർക്കും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരായാലും പിന്നീട് ടിപ്പു ആയാലും ഒക്കെ മലബാറിൻ്റെ മേലിൽ പ്രത്യേക താല്പര്യമെടുക്കുന്നത്. അപ്പോൾ ഈ പേരിയയിലേക്ക് കാമറൂണിൻ്റെ സൈന്യം, കാമറൂണിൻ്റെ നേതൃത്വത്തിൽ അവിടെ തമ്പടിച്ചിരിക്കുന്ന പട്ടാളക്കാരെ അടുത്തേക്കാണ് ഈ ഡൗവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം 1797 മാർച്ച് ആദ്യവാരം അവിടെ മാർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഈ കുറ്റ്യാടി ചുരം കടന്നിട്ട് മറ്റൊരു സംഘം ബ്രിട്ടീഷ് പട്ടാളക്കാരും മാർച്ച് ചെയ്യുന്നുണ്ട്. അതായത് വയനാട് മുഴുക്കെ ഇനി ഇവിടെ പഴശ്ശിയോ അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്ന ആളുകളോ അപ്പുറത്ത് ടിപ്പുവിൻ്റെയോ ഒന്നും ഒരു ശല്യം ഇവിടെ ഉണ്ടാവരുത് എന്ന മട്ടിൽ അടിച്ചമർത്താൻ
തങ്ങളുടെ നഖത്തിനു കീഴിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമം എന്ന നിലക്കാണ് ഇത് വരുന്നത്. പക്ഷേ അവിടെ കുഞ്ഞോത്തിനടുത്ത ദേവോത്ത്, രൈരോത്ത് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്, ആ ദേവോത്ത് എത്തിയപ്പോഴേക്കും അതിശക്തമായ ആക്രമണം ഉണ്ടാകുകയും അതിൽ ഹവിൽദാർ, സുബേദാർ തുടങ്ങി ഏറ്റവും ഉന്നതസ്ഥയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ തദ്ദേശീയരായ ആളുകൾ, പഴശ്ശിയുടെ പടയാളികൾ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ജീവനും കൊണ്ട് തിരിച്ചോടുകയും ചെയ്യേണ്ടി വരും. ഇവിടുന്ന് ഈ താമരശ്ശേരി ചുരത്ത് നിന്ന് അവിടെ നിന്ന് ചുരം കയറി മാർച്ച് ചെയ്യുന്ന സംഘം പേരയിലെത്തി കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം ഈ കാർക്കൻ കോട്ട എന്ന് പറയും, അതായത് നമ്മൾ ഈ ഭാഗത്ത് ബാവലിക്കടുത്ത് ടിപ്പുവിൻ്റെ 6000 പട്ടാളക്കാരെ പഴശ്ശി ആവശ്യപ്പെടുന്ന മുറക്ക് പഴശ്ശിയെ സഹായിക്കാൻ വേണ്ടി, ടിപ്പുവും പഴശ്ശിയും തമ്മിലുള്ള കുറേ ബന്ധങ്ങളുണ്ട് കേട്ടോ. ഈ ദക്ഷിണേന്ത്യൻ പോരാട്ടങ്ങളിൽ ഇവർ ഒന്നിച്ച് നടത്തിയ കുറേ സമരങ്ങളും പടനീക്കങ്ങളുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവമാണ്. അല്ലാതെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ചരിത്രവായനയല്ല നടക്കേണ്ടത്. ഈ കാർക്കൻ കോട്ടയിൽ നിന്ന് 5 പേർ പട്ടാളക്കാർ വരികയാണ്. എന്തിന്? തൻ്റെ അധീനതയിലുള്ള വയനാട്ടിലൂടെ മാർച്ച് ചെയ്തതിലുള്ള പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ടിപ്പു 5 സമരഭടന്മാരെ ഈ പേരയിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ നിന്ന് രക്ഷയില്ലാതെ അവർ തിരിഞ്ഞോടുകയാണ്. വീണ്ടും അവിടെ അപ്പോഴേക്കും പടയാളികളെല്ലാം തടച്ചുകൂടി വലിയ ഉപരോധം നടക്കുന്നു. ഈ ഉപരോധത്തിനൊടുവിൽ അരി കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ 2 ദിവസത്തിനകം തന്നെ മേജർ ഈ കാമറൂണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഏലച്ചുരം വഴി, ഏലച്ചുരം എന്ന് പറഞ്ഞാൽ കുറ്റ്യാടിച്ചുരം വഴി ജീവനും കൊണ്ട് ഓടുന്നു. ആ പോക്കിനിടയ്ക്ക് ഇരുഭാഗത്തു നിന്നും നാടൻ ആയുധങ്ങളുമായി, അമ്പും വില്ലുമായി കുറിച്ചപ്പടയാളികൾ, കുറുമപ്പടയാളികൾ ഒക്കെ കൂട്ടമായി ആക്രമിക്കുകയും ആ സംഘത്തിലെ മഹാഭൂരിപക്ഷം ആളുകയും കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്യുന്നു. കാമറൂൺ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഉടുവസ്ത്രമല്ലാതെ എല്ലാം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ ഉടുവസ്ത്രമല്ലാതെ ജീവൻ ബാക്കി കിട്ടിയത് തന്നെ ഭാഗ്യം എന്നാണ് കാമറൂൺ അതിനെക്കുറിച്ച് എഴുതുന്നത്. അങ്ങനെ അതിശക്തമായ പോരാട്ടത്തിൻ്റെ കഥ ഉണ്ട്. അത് അവിടെ നിന്നാണ് നമ്മൾക്ക് തുടങ്ങേണ്ടത് എന്ന് തോന്നുന്നു. ജോസഫ് സർ, ഞാൻ തുടക്കത്തിൽ ഇത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരം ചരിത്രാന്വേഷണങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച്, അതായത് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ ചെറിയ സംഭവങ്ങൾ പോലും വേണ്ട വിധത്തിൽ പഠിക്കപ്പെട്ടിട്ടുണ്ട്, അന്വേഷണ വിധേയമായിട്ടുണ്ട്. ഇവയൊക്കെ തമസ്കരിക്കാൻ, ദക്ഷിണേന്ത്യയിൽ നടന്ന ഇത്തരം പോരാട്ടങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ വയനാടിൻ്റെ മണ്ണിൽ ആദിവാസികളുടെ കർത്തൃത്വത്തിൽ പഴശ്ശിയൊക്കെ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നണിയിലുണ്ടായിരുന്നത് കുറിച്യപ്പടയാളികളും കുറുമപ്പടയാളികളൊക്കെയാണ്. ഇത്തരം പഠനങ്ങൾ തമസ്കരിക്കപ്പെടുന്നുണ്ടോ വാസ്തവത്തിൽ നമ്മുടെ ചരിത്ര പഠനത്തിൽ? അതിൻ്റെ ഇവയെക്കുറിച്ചുള്ള അന്വേഷണം വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തമാവുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാന്യനായ മോഡറേറ്റർ, സഹ പാനലിസ്റ്റുകളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചരിത്രം 2 തരത്തിൽ എഴുതപ്പെട്ട ചരിത്രങ്ങളെക്കുറിച്ച് പറയുന്നു. അതിലൊന്ന് ട്രഡീഷണൽ ഹിസ്റ്ററിയാണ്. ട്രഡീഷണൽ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുന്നത് ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതിപ്പോകുന്ന ഏതാണ്ട് അക്കാദമിക് ചുവയുള്ള ചരിത്രങ്ങളെയാണ് നമ്മൾ ട്രഡീഷണൽ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്താറുള്ളത്. പക്ഷേ ഇതേ സമയം തന്നെ നാരറ്റീവ് ഹിസ്റ്ററികളുണ്ട്. നാരറ്റീവ് ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞു പോയതിൻ്റെ ഏത് തരത്തിലുള്ള അനുസ്മരണങ്ങളെയും നാരറ്റീവ് ഹിസ്റ്ററി ആയിട്ട് പരിഗണിക്കും. ഉദാഹരണം, ഒരു കഥയുടെ മാതൃകയിൽ പഴശ്ശിയെ അവതരിപ്പിക്കുക, കുറിച്യരുടെ കലാപത്തെ അവതരിപ്പിക്കുക, എടച്ചേര കുങ്ങനെയും തലക്കൽ ചന്തുവിനെ അവതരിപ്പിക്കുക, ഇതൊക്കെ നാരറ്റീവ് ഹിസ്റ്ററിയിൽ നമ്മൾ വായിക്കുന്നു. ഈ യഥാർത്ഥത്തിൽ ചരിത്രം എന്താണ് എന്ന് നാരറ്റീവ് ഹിസ്റ്റോറിയൻസിനോട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്തും ചരിത്രമാണ് എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് പലപ്പോഴും അതിൻ്റെ റൂട്ടിൽ പോയി പഴശ്ശി സമരങ്ങൾ നടന്ന കാലത്തേക്ക് തിരിച്ചുപോയി ഒരു ചരിത്രം രചിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് അവശേഷിപ്പിച്ച് പോകുന്ന ചില രേഖകളിലൂടെയും ഓർമ്മകളിലൂടെയും ചരിത്രത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് പിൽക്കാലത്ത് നടക്കുന്നത്. അതിന് ഈ പഴശ്ശി ചരിത്രം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ചരിത്രമാണ്. അല്ല, പഴശ്ശി സമരം എന്ന് പറയുന്ന ഒരു കേന്ദ്ര സമരമാണ്. ഇതിനോട് ഒട്ടി നിൽക്കുന്ന ഒട്ടേറെ സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സമരങ്ങളൊക്കെ പിൽക്കാലത്ത് അവിടെ അവസാനിക്കുകയല്ല. ഈ സമരങ്ങളെക്കുറിച്ച് നമ്മുടെ മലയാളികളുടെ പൊതുവിലുള്ള ഒരു ധാരണ, ഒരു സമരം ഉണ്ടാകുന്നു, ആ സമരം അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് അങ്ങനെയല്ല. ഓരോ സമരവും
ഓരോ ഓർമ്മപ്പെടുത്തലാണ്. ഒരു സമരം വിജയം കൊണ്ടോ പരാജയം കൊണ്ടോ അവിടെ അവസാനിക്കുകയല്ല, മറിച്ച് മറ്റൊരു സമരത്തിലേക്ക് അത് ചൂണ്ടിക്കാണിക്കുകയാണ്. പഴശ്ശിയുടെ സമരത്തെക്കുറിച്ച് സാറ് പറയുന്നു 1792 ഒക്കെ തന്നെ ആ ശ്രീരംഗപട്ടണം സന്ധിയെ തുടർന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് പഴശ്ശിയെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പഴശ്ശി 1796 വരെ വലിയ ശല്യമൊന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പടിഞ്ഞാറെ കോവിലകത്ത് ജീവിക്കുകയാണ്. പക്ഷേ 1796 മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു, ജെയിംസ് ഗോർഡൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം പഴശ്ശിയുടെ കോവിലകത്തേക്ക് എക്സ്പെഡീഷൻ നടത്തുന്നു. അവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ വാരിയെടുത്തുകൊണ്ട് പോവുകയാണ്. ഇതിനെക്കുറിച്ച് ഡോക്ടർ KK കുറുപ്പ് പറയുന്നത് പഴശ്ശി അവിടെ നിന്ന്, ആ കിളി അവിടെ നിന്ന് പറന്നു പോയിരുന്നു എന്നെങ്ങാണ്ടാണ് പറയുന്നത്. ഇവിടെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ പഴശ്ശിക്ക് വളരെ നേരത്തെ വിവരം കിട്ടുകയും വളരെ നേരത്തെ തന്നെ അദ്ദേഹം മണത്തണക്കാടുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പഴശ്ശി അവിടെ തൊട്ടടുത്ത് എവിടെയോ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. എന്തുമായിക്കോട്ടെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം എന്താണെന്ന് തൊട്ട് കാണിക്കാൻ നമുക്ക് കഴിയില്ല. മറിച്ച് ഇതെല്ലാം അതിൻ്റെ സാധ്യതകളാണ്. ഏതായാലും പഴശ്ശി ഈ സമയത്ത് 1796 അദ്ദേഹം വയനാട്ടിലേക്ക്, ആദ്യം മണത്തണ കാടുകളിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വയനാടൻ കാടുകളിലേക്ക് പോവുകയാണ്. കാരണം വയനാടൻ കാടുകളെ അദ്ദേഹം അഭയം പ്രാപിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ഇപ്പോഴും 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് വയനാട്ടിലാണ്. എല്ലാത്തരം സഹായവും കിട്ടാൻ സാധ്യതയുള്ളത്, രക്ഷപ്പെടാൻ സാധ്യതയുള്ളതൊക്കെ വയനാട്ടിലാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം, പഴശ്ശിയും കൂട്ടരും പിടിക്കപ്പെടുമ്പോൾ, വെടിയേറ്റ് മരിക്കുമ്പോൾ പുൽപ്പള്ളിയുടെ അങ്ങേയറ്റത്താണ്, കർണാടക ഫോറസ്റ്റിലാണ്, കർണാടക ബോർഡറിലാണ് മരിച്ചു വീഴുന്നത്. അപ്പോൾ ഈ സാധ്യതകളുണ്ട്. രണ്ടാമത്തേത് കുറച്ചുകൂടി വൈകാരികമാണ്. വയനാട്ടുകാരെ സംബന്ധിച്ച് തദ്ദേശീയ വയനാട്ടുകാരെന്ന് പറയുന്നത് ഏറെക്കുറെ സത്യസന്ധരാണ്. അവർ ഇത്തരം സമരങ്ങൾക്ക് ധാർമ്മികമായി പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ചും ഇവിടുത്തെ കുറിച്യ, കുറുമ, നമ്പ്യാന്മാർ, ഈഴവ എന്ന് പറഞ്ഞാൽ തീയ സമുദായത്തിൽപ്പെട്ടവർ, മുസ്ലിമീങ്ങൾ, ഈ സമുദായങ്ങളാണ് മെജോറിറ്റി പഴശ്ശിക്കൊപ്പം നിൽക്കുന്നത്. അവസാനം വരെ പഴശ്ശിക്കൊപ്പം ഇവർ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ചിലരൊക്കെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും വലിയ കൗതുകം ഈ തലക്കൽ ചന്തു പഴശ്ശിയുടെ കൂടെയുള്ള അവസാനം വരെ ഒപ്പം നിന്ന ആളാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് 1799 മുതലുള്ള രേഖകളിൽ പലയിടത്തും ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യുന്നില്ല ഇംഗ്ലീഷ് കമ്പനിയുടെ? രണ്ടാമത്തേത്, പള്ളൂർ അമ്മൻ എന്ന് പറയുന്ന ആൾ മാഹിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് പോരുന്നതെന്ന്. മാഹിയിൽ നിന്ന് പള്ളൂർ അമ്മൻ വന്നിട്ട് പള്ളൂർ അമ്മൻ തൊടിക്കളത്തേക്ക് വരുന്നു. അവിടെ നിന്ന് അകത്തേക്ക് കടന്ന് എടച്ചേനക്കുങ്ങനൊപ്പം ആദിവാസി സമൂഹങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഇതേ സംഭവം തന്നെയാണ് പള്ളൂർ അമ്മനും 1799 ശേഷം പറയുന്ന പല കത്തുകളിലും തമസ്കരിക്കപ്പെടുന്നു. ഇത്തരം തമസ്കരണങ്ങൾക്ക് ബാബ ചോദിച്ചതുപോലെ പല റീസൺസ് ഉണ്ട്. അതിലൊന്നാമത്തേത് ഈ സവർണ ചരിത്രമെഴുത്ത് സമ്പ്രദായത്തിൻ്റെയും നമ്മുടെ അക്കാദമിക് ചരിത്ര എഴുത്ത് സമ്പ്രദായത്തിൻ്റെയും ഫലമാണിത്. അവിടെ സംഭവിക്കുന്നത്, അക്കാദമിക് ചരിത്രം എഴുതുന്നത് ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ചില കവികൾ കവിതകൾ എഴുതുന്നത് പോലെ, ചില നോവലിസ്റ്റുകൾ നോവൽ എഴുതുന്നത് പോലെ, അത് ക്ലാസ് മുറിയിൽ പഠിക്കാൻ വേണ്ടി നോവലും ചെറുകഥയും എഴുതുകയാണ്. അതുപോലെയാണ് കേരളത്തിലെ അക്കാദമിക് ചരിത്രങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത് ഈ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ഏറെക്കുറെ ആശ്രയിക്കേണ്ടത് നാരറ്റീവ് ഹിസ്റ്ററികളെയാണ്. ഇത്തരം നാരറ്റീവ് ഹിസ്റ്ററികൾ സമീപിക്കുമ്പോൾ കൊളോണിയൽ പീരീഡിലെ രേഖകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ പഴശ്ശി മരിച്ചതിന് ശേഷം എത്രയോ പാട്ടുകൾ ഇവിടെ ഉണ്ടായി, നാടൻ പാട്ടുകളുണ്ടായി. പഴശ്ശിയുടെ ധീര പോരാളിയായ പഴശ്ശിയെ വാഴ്ത്തുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാട്ടുകൾ എവിടെയും എഴുതി വെക്കാതെ ഈ 250ഓളം വർഷങ്ങൾ, 200, 220, 230 വർഷങ്ങളോളം വയനാട്ടിൽ പ്രചരിച്ചത്? അപ്പം അതിനും നാരറ്റീവ് ഹിസ്റ്ററിയുടെ സ്വഭാവമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനെ എന്തുകൊണ്ടാണ് തമസ്കരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ നമുക്ക് പൊതുവെ പറയാവുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ അക്കാദമിക് ചരിത്രത്തിൻ്റെ സമ്പ്രദായത്തിന് ഇംഗ്ലീഷ് കോളനൈസേഷൻ മുന്നോട്ട് വെച്ച ചരിത്ര രചനയുടെ സമ്പ്രദായങ്ങളുമായി ഇന്നും വർത്തമാന കാലത്തും സാമ്യമുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തേത്, അവരുടെ കാലത്ത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് നമ്മൾ നോക്കിയാൽ ഈ ജാതി വർഗങ്ങൾക്ക്
വേണ്ടത്ര ബഹുമതിയൊന്നും കൊടുത്തിരുന്നില്ല. അവരുടെ ഭരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ബഹുമതികളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് വരുന്ന ഭരണകൂടങ്ങളൊക്കെയും ജാതിയും മതവും തിരിച്ച് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുകയും മേൽകീഴ് ബന്ധങ്ങൾ ഉറപ്പിക്കുകയും മേലാളൻ ചരിത്രം എഴുതുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചരിത്രങ്ങൾ തമസ്കരിക്കപ്പെടുന്നത്. പഴശ്ശി കേന്ദ്രിതമായ ഒരു ചരിത്രമാണ് വരുന്നത്. എന്തുകൊണ്ടാണ് തലയ്ക്കൽ ചന്തുവും എടച്ചേനക്കുങ്കനും പള്ളൂരമ്മനും ഒക്കെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന ചരിത്രങ്ങൾ നമുക്ക് ഉണ്ടാകാത്തത് എന്നൊരു മറുചോദ്യം കൂടി ഇവിടെ സാധ്യമാകുന്നുണ്ട്. വളരെ പ്രസക്തമാണ്. നമ്മളിപ്പോഴും പിന്തുടർന്നു വരുന്നത് ബ്രിട്ടീഷുകാരുടെ ചരിത്ര രചനാ രീതിയാണ്, ആ രീതിശാസ്ത്രമാണ്. ഒരുപക്ഷെ അതിനെ പിന്തുടർന്ന് നമ്മൾ ഇന്ത്യൻ ചരിത്രകാരന്മാർ എന്ന് പറഞ്ഞതും ആ ഒരു മെത്തഡോളജി തന്നെയാണ് അവരുടെയും ചരിത്ര രചനാ രീതിയിൽ പിന്തുടർന്നു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആദിവാസികളുടെ ദലിതരുടെ പോരാട്ടങ്ങൾ മുഴുവൻ തമസ്കരിക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവമോ അബോധപൂർവമോ ആയി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ജാതി എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ ചരിത്രത്തെ അല്ലെങ്കിൽ നമ്മുടെ വർത്തമാനത്തെ പോലും വളരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. പഴശ്ശി സമരത്തിൽ ഞാൻ വയനാടൻ പുലയർ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗോത്രവിഭാഗമുണ്ട്. ഗോത്രവിഭാഗമല്ല, വയനാടൻ പുലയർ. വയനാട്ടിലെ ആകെ 5 പ്രദേശങ്ങളിൽ അവരുള്ളൂ. അപ്പോൾ അവരിൽ ഈ പൊഴുതനക്കടുത്ത് ആനോത്ത് എന്ന് പറയുന്ന അവരുടെ ഊരിലുണ്ടായിരുന്ന കുഞ്ഞിമോട്ടൻ എന്ന് പറയുന്ന ഒരു കാരണവരുണ്ടായിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഞാൻ അന്വേഷണങ്ങൾ തുടങ്ങിയ ഘട്ടത്തിലാണ്, രോഗശൈലി വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ ആളുകളും 25,000 ഏക്കറോളം പൊഴുതന ആനോത്ത് ഭാഗങ്ങൾ ഞങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നു. മേലാളർ അത് ഞങ്ങളെ തന്ത്രത്തിൽ അത് തട്ടിയെടുത്തു. രേഖകളൊക്കെ കുറേ അവരുടെ അടുത്ത് എന്തൊക്കെയുണ്ട്, അവ്യക്തമായ കുറേ സംഭവങ്ങളൊക്കെയാണ് അവർ പറയുന്ന രേഖകളാണ്. അതൊന്നുമല്ല അതിലെ സങ്കടകരമായ വസ്തുത. ഇപ്പോൾ പഴശ്ശിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെ ഈ പൊഴുതന ആനോത്ത് സ്ഥലത്തുണ്ട്. ഞങ്ങളെ അങ്ങോട്ടേക്ക് അടുപ്പിച്ചിരുന്നില്ല. കാരണം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് ഇപ്പോൾ ഗോത്രവിഭാഗങ്ങളിൽ തന്നെ താരതമ്യേന ഉയർന്നു നിന്നിരുന്ന കുറിച്യരും കുറുമർക്കും മാത്രമേ പഴശ്ശിയുടെ കൂടെ നിൽക്കാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ എക്കാലത്തും അകറ്റി നിർത്തിയത് കൊണ്ടാണ് ഞങ്ങളുടെ പിൻഗാമികൾ ചെന്നവരെ മടക്കി അയച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഘടകമാണ്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാം. ഈ പറഞ്ഞതിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പഴശ്ശിക്ക് ശേഷവും 1812 ഗിരിവർഗ കലാപം നടക്കുന്നുണ്ട്. അതിനെ ബ്രിട്ടീഷുകാർ മൃഗീയമായി അടിച്ചമർത്തുന്നുണ്ട്. അതിനെയൊക്കെ ശേഷവും വയനാട്ടിലെ ഗോത്ര ജനതയുടെ അല്ലെങ്കിൽ കീഴാള ജനവിഭാഗങ്ങളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ കേപ്പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്കയിലും പിന്നീട് വന്ന കേരളത്തിലെ അമേരിക്കയിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കാവുന്ന ദലിത് കീഴാള വിഭാഗങ്ങളുടെ ജീവിത പരിസരങ്ങൾ, സങ്കടകരമായ സാമൂഹിക ചുറ്റുപാടുകൾ. അപ്പോൾ വയനാട്ടിലെ 2, വടക്കേ വയനാട്ടിലെയും തെക്കേ വയനാട്ടിലെയും, ഒന്ന് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലാണ്, രണ്ടാമത് തെക്കേ വയനാട്ടിലെ മൂലങ്കാവിനടുത്ത തേലമ്പറ്റ ക്ഷേത്രത്തിലാണ്. ഈ 2 ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങളോടനുബന്ധിച്ച് നടന്നിരുന്ന അടിമക്കച്ചവടത്തിൻ്റെ മറ്റൊരു രൂപം. വയനാട്ടിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷ വിഭാഗമായ അല്ലെങ്കിൽ ഗോത്രജനതയിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പണിയരെയാണ് ഈ 2 ഇടങ്ങളിലും അവരെ അടിമകളാക്കി വലിപ്പണം കൊടുത്ത് കീഴ്പ്പെടുത്തിയിരുന്നത്. അപ്പോൾ പണിയരെയും അടിയരെയും. അപ്പോൾ ഇത്തരത്തിലുള്ള നിരന്തരമായ ചൂഷണങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ സങ്കടകരമായ ജീവിത പരിസരങ്ങളാണ് പിൽക്കാലത്ത് വർഗീസിനെ പോലെയുള്ള ആളുകളുടെ പോരാട്ടങ്ങൾക്ക് വഴിതെളിയിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായും തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ 35 വർഷം അതിനോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ശ്രീ വിജയൻ കുഴിവേലി വിജയേട്ടന് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, അക്കാലത്തെ വയനാട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച്, വർഗീസിനെ പോലുള്ള ആളുകളെ പോരാട്ട രംഗത്തേക്ക്, സമരഭൂമിയിലേക്ക് ഇറക്കിവിടാൻ, വർഗീസും ഒരുപക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വളർന്ന് പ്രവർത്തിച്ച ആളാണ്. പിന്നീടാണ് അദ്ദേഹം തീവ്ര നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങളെക്കുറിച്ച് വിജയേട്ടന് ചിലതൊക്കെ പറയാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കും. ഹലോ, സുഹൃത്തുക്കളെ, മോഡറേറ്റർ സൂചിപ്പിച്ച പോലെ ചരിത്രം അവസാനിക്കുകയല്ല, തുടരുകയാണ്. ഞാൻ സഖാവ് വർഗീസ് ആണ് എന്നെ പ്രസ്ഥാനത്തോട് അടുപ്പിക്കുന്നത് പറയാം. സഖാവ് വർഗീസ് പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹം പഠിച്ച് പോയ ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ പഠിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ
മാർത്ത എന്ന് പറയുന്ന അതിസുന്ദരിയായ വളരെ നല്ല ഒരു ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. മാനന്തവാടി ഹൈസ്കൂളിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, മോഹൻ മാഷ്ക്കൊക്കെ അറിയാവുന്ന കാര്യമുണ്ട്. ഒരു 4 കെട്ടാണ് അതിൻ്റെ പ്രധാന കെട്ടിടം. അതിൻ്റെ ഇടതുവശത്ത് ആദ്യത്തെ ക്ലാസ്സാണ് 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും. ഒരു തട്ടി കെട്ടി തിരിച്ച ക്ലാസ്സാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചർ മാർത്ത ടീച്ചർ സെക്കൻഡ് അവറിൽ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അവർ മുഖാലസ്യപ്പെട്ട് വീണു. ഒരു 11 മണിയോട് കൂടിയിട്ട് എല്ലാവരും കൂടി വെള്ളം കൊടുത്ത് വെള്ളം തെളിച്ചു. അവർ എഴുന്നേറ്റ് മറ്റ് അവരുടെ പ്രവൃത്തികൾ വ്യാപൃതനായി. ഈ 6ാം ക്ലാസ്സിൻ്റെ മനസ്സിൽ എന്തിനാണ് മാർത്ത ടീച്ചർ മോഹാലസ്യപ്പെട്ട് പോയത് എന്ന ഒരു ചോദ്യം നിലനിന്നു. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എന്താ പറ്റിയേ? നിങ്ങളുടെ ആരോ മരിച്ചതാണ് എന്ന് പറഞ്ഞു. അവർ എൻ്റെ കൈ പിടിച്ച് എന്നെ ഈ 4 കെട്ടിന് പുറത്ത് കൊണ്ടുവന്നിട്ട് എന്നോട് ചൂണ്ടിക്കാണിച്ചു, അതാ കാണുന്ന കബനിയുണ്ടല്ലോ, ആ കബനി നടന്ന് കയറി അല്ലെങ്കിൽ നീന്തി കയറി വർഗീസ് ഇവിടെ വരുമായിരുന്നു. അവന് ഞാൻ ദൈവവിശ്വാസിയാണ്, അതിന് യേശുവിൻ്റെ രൂപമായിരുന്നു. ദൈവവിശ്വാസിയായ സത്യവിശ്വാസിയായ ആ ടീച്ചർ എനിക്ക് അന്ന് തന്ന സ്നേഹം, ആ സ്നേഹമായിരിക്കാം വർഗീസിൻ്റെ പ്രസ്ഥാനത്തിലേക്ക് എന്നെ ചേർത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വർഗീസ് അടക്കമുള്ള നക്സലൈറ്റ് പ്രസ്ഥാനം നടത്തിയ സമരങ്ങളുടെ ഒരു വേലിയേറ്റം നമുക്കറിയാം. വയനാട്ടിലെ സമര ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പഴശ്ശിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടങ്ങൾക്ക് ശേഷം വയനാട്ടിൽ കാര്യമായ പ്രവർത്തനങ്ങൾ കാര്യമായ പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നിരുന്നില്ല. നമുക്കറിയാം, ഭൂപരിഷ്കരണത്തിൻ്റെ കാലത്ത് വയനാട്ടിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് തെക്ക് നിന്ന് പാട്ടവാക്കിയിലൂടെയും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലൂടെയും അതുപോലെ വാഴക്കൊലിയിലൊക്കെ വായിച്ചെറിഞ്ഞതും അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ നമ്മുടെ വയനാട്ടിലെ ഭൂപരിഷ്കരണമൊക്കെ നമുക്കറിയാം. പക്ഷെ ആ ഭൂപരിഷ്കരണത്തിൽ പലപ്പോഴും ഭൂമി കുടിയാന്മാർക്കും ജന്മികളിൽ നിന്ന് കുടിയാന്മാർക്കൊക്കെ ലഭിക്കുന്നതിൽ പോലും ആ ഭൂമിയിൽ അവകാശം ആദിവാസികൾക്കുണ്ടായിരുന്നില്ല. കാരണം ആദിവാസികളുടെ ഭൂമിക്ക് രേഖകൾ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, പഴശ്ശിയുടെ സമരകാലത്തിന് ശേഷം, പഴശ്ശിയുടെയും ടിപ്പുവിൻ്റെയും സമരകാലത്തിന് ശേഷം, പഴശ്ശി കൊല്ലപ്പെട്ട ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈയടക്കുകയാണ് നമ്മുടെ തോട്ട വ്യവസായം. പണ്ട് കർണാടകയിലുണ്ടായിരുന്ന ഒരു സുഫി വര്യൻ 7 കാപ്പി വിത്ത് തൻ്റെ താടിയിൽ ഒളിപ്പിച്ച് ഗൾഫിൽ നിന്ന് അറബിയിൽ നിന്ന് കൊണ്ടുവന്ന ആ കാപ്പി വിത്ത്, പിന്നെ ചൈനയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ചായ ചെടിയും, ആ ചെടിയുമാണ് നമ്മൾ ശരിക്കും കോളനിവൽക്കരണത്തിലേക്ക് എത്തിച്ചേർന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി വയനാട്ടിലെ ആദിവാസികളുടെ മുഴുവൻ വനവും സ്വന്തമാക്കുകയും വന നിയമം അവർക്ക് അനുസൃതമായ രീതിയിൽ പരിവർത്തനപ്പെടുത്തുകയും അവരെ കാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. ആ സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച്, ഭൂമി ഇല്ലാതായതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട്. ആ സമയത്താണ് നേരത്തെ ബാബ മാഷൊക്കെ പറഞ്ഞതുപോലെ കുടിയേറ്റം നടക്കുന്നത്, മലബാറിലെ കുടിയേറ്റം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവരെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കപ്പെട്ടു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. ആ അടിമകളാക്കപ്പെട്ട ആളുകൾക്ക് അടിമക്കച്ചവടം നിയമമൂലം നിരോധിച്ചിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വെള്ളൂർക്കാവിലും മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അവരെ അടിമകളായി ലേലം ചെയ്ത് വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി കണ്ടുകൊണ്ട് വേണം വർഗീസിനെയും നക്സൽ മൂവ്മെൻറ്റിനെയും വിലയിരുത്താൻ. അപ്പോൾ ആദ്യമായി നമ്മൾ പറയേണ്ടത് കൂലിക്ക് വേണ്ടി നടത്തിയ വർഗീസ് തുപ്പാക്കിയെടുത്ത് നേരെ ആദിവാസികളുടെ ജന്മികളെ ഉന്മൂലനം ചെയ്യാൻ പോവുകയായിരുന്നില്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് പാർട്ടി നിയോഗിച്ചതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM നിയോഗിച്ചതാണ്. അപ്പം അങ്ങനെ നിയോഗിക്കപ്പെട്ട വർഗീസ് തിരുനെല്ലിയുള്ള പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? അവിടെ വല്ലിക്ക് വേണ്ടി സമരം ചെയ്യണം. വല്ലി കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടി സമരം ചെയ്യണം. വല്ലിയോടൊപ്പം അവർക്ക് പണമായി കൂലി കൊടുക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തു. അതുമാത്രമല്ല, വർഗീസ് നാഴി എന്ന് ഇപ്പോഴും വിളിക്കപ്പെടുന്ന ലിറ്ററിന് വേണ്ടി നടത്തിയ സമരം, ലിറ്ററിൽ അളന്നു കൊടുക്കുക. മുള നാഴിക്ക് പകരം
ലിറ്ററിൽ ഇത് വലിയ അളന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ. ഈ സമരങ്ങളുടെ തുടർച്ചയായല്ലാതെ വർഗീസ് അവിടെ നടത്തിയ പോരാട്ടങ്ങളെ കേവലമായ തുപ്പാക്കി കൊണ്ടുവന്ന് ജന്മിമാരെ ഉന്മൂലനം ചെയ്യുന്ന ഇതിലേക്ക് എത്തി എന്നുള്ള തലത്തിൽ നമ്മൾ വിലയിരുത്തപ്പെടരുത്. നിങ്ങൾക്കറിയുമെന്ന് ഞാൻ പറയാം. അതായത് വർഗീസിൻ്റെ കൂടെ തിരുനെല്ലി തൃശ്ശേരി സമരത്തിൽ പങ്കെടുത്തത് ഇവിടെയുള്ള നാം ലോകത്തിന് സംഭാവന ചെയ്ത CK ജാനുവിൻ്റെ കോളനിയിൽ നിന്നുള്ള 8 ആദിവാസി സഹാക്കളോടൊപ്പമാണ് അദ്ദേഹം സമരം ചെയ്തത്. അത് കുണ്ടിച്ചകോട്ട, വരിനിലം കോളനിയിൽ നിന്ന്, കുണ്ടിച്ചകോട്ട കോളനിയിൽ നിന്ന്, കൈതവള്ളി കോളനിയിൽ നിന്ന്, പ്ലാമൂല കോളനിയിൽ നിന്ന്. പ്ലാമൂല കോളനിയാണെന്നോ അല്ലേ നമ്മുടെ ജാനുവിൻ്റെ കോളനി അല്ലേ? കുണ്ടിച്ചകോട്ടയാ? ചെറുപ്പത്തി കോട്ടയാണ്. അപ്പം ആ കോളനിയിൽ നിന്നുള്ള 10ഓളം ആദിവാസികളാണ് വർഗീസിന് കൂടെ സമരത്തിനുണ്ടായിരുന്നത്. ഈ പറഞ്ഞ വലിയ സമരത്തിലടക്കമുള്ള സമരങ്ങളിലൂടെ മുന്നോട്ട് വന്ന ആളുകൾ തന്നെയായിരുന്നു വർഗീസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതല്ലാതെ കേവലമായ ഒരു സാഹസിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായല്ല വർഗീസ് അവിടെ സമരം നടത്തുന്നതും അതിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുന്നതും. ഞാൻ ഇതിൻ്റെ മറ്റ് സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ വർഗീസ് എങ്ങനെ വധിക്കപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ പിടിക്കപ്പെടുന്നു എന്ന തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വേദിയല്ല എനിക്കത് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. അതായത് കൂലിക്ക് വേണ്ടിയുള്ള സമരം, വല്ലിക്ക് വേണ്ടിയുള്ള കൂലിക്കും വല്ലിക്കും വേണ്ടിയുള്ള സമരം, അതുപോലെ തന്നെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. ആ സത്തിൽ വർഗീസിൻ്റെ അന്നത്തെ സമരം കൊണ്ടാണ് സത്തിൽ ഈ ആദിവാസി എന്ന സഹോദരങ്ങളെ ലേലം ചെയ്ത് വിൽക്കുന്നത് നിർത്തലാക്കിയത് എന്ന് നിസ്സംശയം വയനാട്ടുകാർക്ക് പറയാൻ കഴിയും. അതുതന്നെയാണ് വർഗീസിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമെന്നും ഞാൻ കാണുന്നു. മറ്റൊന്ന് ഭൂമിക്ക് വേണ്ടി നടത്തിയ സമരമാണ്. നിങ്ങൾക്കറിയാം പുൽപ്പള്ളി സമരം. പുൽപ്പള്ളിയിൽ സമരം നടക്കുന്നത് ആദ്യമായി അവിടെ ബ്രഹ്മസ്വം ദേവസ്വം ഭൂമി ആണ് അവിടെ ഉണ്ടായിരുന്ന ഭൂമികൾ. അതായത് ഭൂപരിഷ്കരണ പരിധിയിൽ ഈ ബ്രഹ്മസ്വം ദേവസ്വം ഭൂമി ഉൾപ്പെടുത്തപ്പെട്ടിരുന്നില്ല. അതിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭം ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികൾ ഈ ഭൂപരിഷ്കരണ പരിധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശക്തമായ സമരം നടത്തിയിരുന്നു. AKGയുടെയും ഫാദർ വടക്കൻ്റെയും നേതൃത്വത്തിൽ. ഫാദർ വടക്കൻ്റെയും AKGയുടെ നേതൃത്വത്തിൽ പുറക്കാടി ദേവസ്വത്തിനെതിരെ നടത്തിയ സമരം, അതുപോലെ കൊട്ടിയൂർ ദേവസ്വത്തിനെതിരെ സമരം. ആ സമരങ്ങളുടെ ആ കാലത്ത് സത്തിൽ പുൽപ്പള്ളി കുടിയേറ്റം ഇതേപോലെ സജീവമായിരുന്നില്ല. വയനാട്ടിലെ അവസാന കുടിയേറ്റമായിരുന്നു പുൽപ്പള്ളി. അതുകൊണ്ട് തന്നെ ആ സമരങ്ങളുടെ ഭാഗമായി വന്നിരുന്നില്ല ഈ പുൽപ്പള്ളി കുടിയേറ്റം. പുൽപ്പള്ളിയിൽ ബ്രഹ്മസ്വം ദേവസ്വം ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസും വനപാലകരും അതിശക്തമായ രീതിയിൽ അവിടുത്തെ കർഷകരെ കുടിയിറക്കപ്പെടുമ്പോൾ, അവിടെ ഉള്ള കുടിലുകൾ അഗ്നിക്കിരയാക്കുമ്പോൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ, അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ അവർക്ക് അരുനിൽക്കുകയോ ചെയ്തിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പുൽപ്പള്ളിയിലെ സഹോദരങ്ങൾ ആദ്യമായിട്ട് കുന്നിക്കൽ നാരായണൻ എന്ന് പറയുന്ന കോഴിക്കോടുകാരൻ സഖാവിൻ്റെ കത്തെഴുതി. ആ കത്തായിരുന്നു സത്തിൽ പുൽപ്പള്ളി കലാപത്തിലേക്കോ പുൽപ്പള്ളിയിലേക്ക് ഇവരെ എത്തിക്കുന്നതിനോ കാരണമായി തോന്നുന്നത്. അദ്ദേഹം തേറ്റമല കൃഷ്ണൻകുട്ടിയെയും സഖാവ് വാസുവിനെയും, ഗ്രോവാസു എന്ന് ഇന്നറിയപ്പെടുന്ന ഗ്രോവാസുവിനെയും വർഗീസിനെയും ഒക്കെ ബന്ധപ്പെടുകയും പുൽപ്പള്ളിയിൽ പോവുകയും പുൽപ്പള്ളി കർഷകർക്കൊപ്പം സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ പോലീസിൻ്റെ അതിക്രമം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇത് നമ്മൾ റഷ്യൻ സാഹിത്യത്തിലോ മാക്സിം ഗോർക്കിയിലോ അമ്മയിൽ കണ്ട ഒരു കഥാപാത്രമല്ല. ഞങ്ങളൊക്കെ മാ എന്ന പേരിൽ വിളിക്കുന്ന മന്ദാകിനി നാരായണൻ. ആ മന്ദാകിനി നാരായണൻ 18 വയസ്സ് മാത്രം തികഞ്ഞ സ്വന്തം കുട്ടിയെ കൈപിടിച്ച് ചുരം കയറുകയാണ്. എന്തിനാ? പുൽപ്പള്ളിയിലെ സാധാരണക്കാരെ മനുഷ്യർക്ക് വേണ്ടിയിട്ട്. കാട് കയറി എന്ന് നിങ്ങൾ പറയുന്ന അജിത, അല്ലെങ്കിൽ പുൽപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കൊല്ലപ്പെട്ട പോലീസുകാരൻ്റെ രക്തത്തിൽ കൈമൊക്കി ചുമരിൽ പതിച്ചു എന്ന് പറഞ്ഞ് കള്ള പ്രചരണം നടത്താനായിട്ട് സാഹചര്യമൊരുക്കിയത് ആ അമ്മയുണ്ടല്ലോ, ഗോർക്കിയുടെ അമ്മയേക്കാൾ പരിശുദ്ധയായ
മന്ദാകിനി നാരായണൻ കൈപിടിച്ചു കൊണ്ടു വജിത. അപ്പം ആ കർഷക സമരമാണ് സത്യത്തിൽ പുൽപ്പള്ളി, മുല്ലംകൊള്ളി ഭാഗങ്ങളിലെ മുഴുവൻ കർഷകർക്കും പട്ടയം ലഭിക്കുന്നതിന് കാരണമായി തീർന്നത് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അപ്പം ഈ കർഷക സമരം, കൃഷിക്ക് എന്ന നമ്മളെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം, ആ സമരവും കൂലിക്ക് വേണ്ടി നടത്തിയ സമരവുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായ രക്തരൂക്ഷിതമായ രക്തസാക്ഷിത്വം എന്ന സമരമാണ്. വർഗീസ് രക്തസാക്ഷിയായി. കിസാൻ തൊമ്മൻ, ആ കിസാൻ തൊമ്മനും എഡൂർ ജോസഫും അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടാണ് തേറ്റമല കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ കുന്നയ്ക്കൽ നാരായണനും വർഗീസും വാസുവും ഒക്കെ തിരുനെല്ലിക്ക് പോയത്. അപ്പോൾ ആ തിരുനെല്ലിയിലേക്ക് പുൽപ്പള്ളിയിലേക്ക് പോയത്, ആ പുൽപ്പള്ളിയിൽ നടന്ന സമരങ്ങൾ, ആ സമരങ്ങളുടെ വേലിയേറ്റത്തിൻ്റെ തുടർച്ചയായി തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുന്നത്. ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണുകയല്ല വേണ്ടത്. നമ്മൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി വിലയിരുത്തപ്പെടുകയും അതിൽ കുറ്റങ്ങളെക്കുറിച്ചുള്ള പ്രശ്നമല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ തുടർച്ചയായി വേണം നമ്മൾ വയനാട്ടിൽ നടന്ന കർഷക പോരാട്ടങ്ങളെ പോലും നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം. വിജയേട്ട ആ ഭാഗത്തേക്ക് നമുക്ക് വരാം അടുത്ത ഘട്ടത്തിൽ. വിജയേട്ടൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം, സഖാവ് വർഗീസിൻ്റെ നേതൃത്വത്തിൽ, കിസാൻ തൊമ്മൻ്റെ നേതൃത്വത്തിലൊക്കെ നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ, അത് മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെതിരെ ഒരു കാലത്ത് നടത്തിയിരുന്ന പ്രചരണങ്ങൾ, ഭരണകൂടത്തിൻ്റെ വക്കാലത്ത് പിടിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളായി, തീവ്രവാദ പ്രവർത്തനങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ മറുപുറം, അത് വയനാട്ടിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള കീഴാള ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ പരിവർത്തനങ്ങൾ, കേരളീയ സമൂഹത്തിൽ അത് വരുത്തിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായി പഠന വിധേയമാക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമ്മൾ നടന്നു തീർത്ത വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ചരിത്ര സന്ദർഭത്തെ, ഏതെങ്കിലും ഒരു ആക്രമണത്തെ, ഒരു പോരാട്ടത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഇവരെ മൊത്തം ഭീകരവാദികളായി, തീവ്രവാദികളായി മുദ്രകുത്തി പഠിക്കുന്നത് വരും തലമുറയോട് നമ്മൾ ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും എന്ന സൂചന കൂടി വിജയേട്ടൻ്റെ വാക്കുകളിലുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ തുടർച്ചയാണ് സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആദിവാസികളുടെ വിമോചന പോരാട്ടങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 2001 അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ കുടിൽക്കെട്ടി സമരം, 48 ദിവസം നടക്കുന്ന കുടിൽക്കെട്ടി സമരം, പിന്നീട് വ്യാപകമായി ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മുത്തങ്ങ സമരം, അതിനുശേഷം 162 ദിവസം നീണ്ടുനിന്ന നിൽപ്പു സമരം, അതിനിടയിൽ ആദിവാസികളുടെ ശബ്ദമുയർത്തിയ ഐക്യരാഷ്ട്രസഭയിൽ പോലും അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ, ജീവിതം മുഴുവൻ ഈ കീഴാള ജനവിഭാഗങ്ങളുടെ മർദ്ദിതരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന, അതിനിടയ്ക്ക് നമ്മളൊക്കെ വളരെ സുഭിക്ഷമായി സന്തോഷത്തോടു കൂടി കുടുംബ ജീവിതം നയിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനു വേണ്ടി സകലതും ത്യജിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് സി കെ ജാനുവിൻ്റേത്. അവരുടെ അടിമ മക്കയെ കേന്ദ്രമാക്കി കഴിഞ്ഞ ദിവസം, 1ാമത്തെ ദിവസം ഒരു ചർച്ച നടന്നിരുന്നു. ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, അവരുടെ ജീവിതമൊക്കെ കേന്ദ്രമായി ആ ചർച്ചയിൽ പങ്കെടുത്ത, അത് കേട്ട കുറേ ആളുകളെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, മുത്തങ്ങ സമരം കഴിഞ്ഞിട്ട് 21 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ ഏത് സർക്കാരുകൾ എന്നല്ല, അതൊന്നും പ്രസക്തമല്ല, കേരളത്തിൽ മാറി മാറി വരുന്ന മുന്നണി ഭരണ സംവിധാനങ്ങളാണ് കേരളത്തിൽ. ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഐതിഹാസികമായ ഒരു സമരത്തിൻ്റെ പേരിൽ 125ഓളം ആദിവാസി യുവാക്കൾ, യുവതികൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജാനുവച്ചിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഒരു പരിസമാപ്തി? അവർ പറഞ്ഞത്, അന്നുള്ള 25ഓളം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പോരാളികൾ അവർ മരിച്ചു കഴിഞ്ഞു, അതോടുകൂടി അവരുടെ കേസും കഴിഞ്ഞു എന്നാണ്. ഇനി ഞങ്ങളൊക്കെ ഓരോരുത്തരും മരിച്ചു തീരുന്നതോടുകൂടി മുത്തങ്ങ സമരവും അവസാനിക്കും, അല്ലാതെ എന്നും ഇതാണ് ഞങ്ങളുടെ ഗതി. പക്ഷെ ഒട്ടും നിരാശയോടുകൂടിയല്ല അവർ പ്രതികരിക്കുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളിലേക്ക്? കുറേ കാര്യങ്ങൾ ഇവിടെ വിജയേട്ടൻ സൂചിപ്പിച്ചു കഴിഞ്ഞു.
എങ്കിലും ആദിവാസി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള അവർ മുഖ്യധാരയിലേക്ക് വരുന്ന സമയത്ത് നിരക്ഷരയായ ഒരു വനിതയായിരുന്നു. പിന്നീട് നമുക്കറിയാം, അതും ഞാൻ അവരെന്നോട് സൂചിപ്പിക്കും. ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് താങ്കളെ പ്രചോദിപ്പിച്ച സാഹചര്യം എന്താണ്? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മുത്തങ്ങ സമരം കഴിഞ്ഞ് 21 വർഷം പിന്നിട്ട ഈ ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് എന്തു തോന്നുന്നു? താങ്കൾ നിരാശയാണോ? വേദിയിലിരിക്കുന്ന പ്രബുദ്ധരായ മോഡറേറ്റർ അടക്കമുള്ള ആളുകൾ, സുഹൃത്തുക്കളെ, എനിക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊരുവിധ നിരാശയില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്നുള്ള നിലയിൽ പറയുവാണെങ്കിൽ എല്ലാ സമരങ്ങളും വിജയിച്ചതാണ്. അതിൻ്റെ പ്രതിഫലം എത്രമാത്രം ഗുണഭോക്താക്കളിൽ എത്തിയോ എന്നതൊക്കെ രണ്ടാമത്തെ വിഷയം. ഇപ്പോൾ ഇവിടെ വയനാടിൻ്റെ സമര ചരിത്രത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മളുടെ മോഡറേറ്ററും വിജയൻ കൊഴുവിൽ സാറൊക്കെ. എൻ്റെ ഒരു ഇടപെടൽ കാര്യങ്ങൾ ഇപ്പോൾ ബർഗീസിൻ്റെയൊക്കെ ഒരു കാലഘട്ടം. ബർഗീസ് 1970 മരിക്കുന്നത്. 70 ഞാൻ ജനിക്കുന്നത്. വർഗീസ് 70 മരിക്കുന്നു, ഞാൻ 70 ജനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വർഗീസുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഇടപെടലിനൊന്നും എനിക്ക് അവസരമോ അത്തരം സംവിധാനങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ വർഗീസിൻ്റെ ഒപ്പം ഇടപെട്ട ഞങ്ങളുടെ ആളുകളിൽ നിന്ന് അവർക്കുണ്ടായ അവരോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഞങ്ങളുടെ വീടുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർഗീസ് വന്ന് താമസിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആ സമയത്ത് ഒരു ചെറിയ കുടിലുകളാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ കുടിലിൽ ഒരു സൈഡ് ഈ മുളയുടെ വെട്ടി അത് അലകും കൊണ്ട് ഉണ്ടാക്കിയ മെടല വീട് എന്നാണ് ഞങ്ങളതിന് പറയുക. കുടില്, മെടല കുടില്. അതിൻ്റെ ഉള്ളിൽ വർഗീസിനെ പുൽപ്പായിൽ കിടക്കാൻ ഭക്ഷണം കൊടുത്തിട്ട് അവർ അതിൻ്റെ പുറത്ത് ഇളന്തിണ്ണയിലും കോലയിലുമാണ് ഞങ്ങളുടെ ആളുകൾ കിടന്നുറങ്ങിയത്. അങ്ങനെ ഓരോ വീടുകളിലും വർഗീസ് വന്ന് കിടന്നുറങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെയുള്ളൊരു അറിവില്ല. അപ്പോൾ ആ സമയത്ത് അടിമപ്പണി നിലനിന്നിരുന്ന സമയമാണ് വർഗീസിൻ്റെ ഇടപെടൽ നടക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് വർഷത്തിലൊരിക്കലായിരുന്നു ആദിവാസികളുടെ പണിക്കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ എല്ലാ ആഴ്ചയിൽ കൂട്ടുന്നത്, അന്ന് വർഷത്തിലൊരിക്കൽ പണിക്കണക്ക് കൂട്ടുന്നത് വെള്ളീർക്കാവ് ഉത്സവത്തിൻ്റെ തലേ ദിവസം. അതുവരെ കണക്ക് കൂട്ടില്ല. അതുവരെ ആളുകൾ എല്ലാ ദിവസവും പണിയാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ പണിക്കണക്ക് കൂട്ടുമ്പോൾ അവരെടുത്ത പണിയുടെ കണക്ക് ഈ ആളുകൾക്കേ അറിയില്ല. അപ്പോൾ ജന്മി എത്ര പണിയാണ് അന്നെന്ന് പറയുന്നു, അത് തന്നെ പണി, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ വർഷത്തിൽ അതുവരെ 2 വള്ളവല്ലി മുളംകുറ്റി മുറിച്ചിട്ട് ലിറ്ററിൻ്റെ അത്ര കണക്കിലുള്ള മുളംകുറ്റിയാണ്. അതിൽ സ്ത്രീകൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അന്നത്തെ കണക്ക് നേരം വെളിച്ചായപ്പോൾ തൊട്ട് പണിക്കിറങ്ങുക, ഇരുട്ടാകുമ്പോൾ പണി കയറുക. ഇപ്പോഴത്തെ പോലെ 8 മണി, വൈകുന്നേരം 5 മണി അങ്ങനത്തെ കണക്കോ 6 മണി അങ്ങനത്തെ കണക്കൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടില്ല. അപ്പം അങ്ങനെ പണിക്കിറങ്ങുമ്പോൾ സ്ത്രീകൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നതിന് 2 വള്ളവല്ലിയും, പുരുഷന്മാർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നതിന് 3 വള്ളവല്ലിയാണ് ശരിക്കും അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ അതിലവർ കുറച്ച് കൂലി അപ്പോഴും ജന്മി പിടിച്ചു വെച്ചിട്ട് ഇത് വർഷാവസാനം കണക്ക് കൂട്ടുമ്പോഴാണ് ഈ കൂലി അവർക്ക് കൊടുക്കുക. അതിനവർ പറഞ്ഞിരുന്നത് നെല്ലായിരുന്നു കൂലിയായിട്ട് കൊടുത്തത്, പൈസയല്ല. അതിന് കുണ്ടൽ നെല്ല് എന്നാണ് പറയുക. കുണ്ടൽ നെല്ലാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ പണിയെടുക്കുന്ന സ്ഥലത്ത് 2 ചാക്ക് നെല്ലൊക്കെ ചില വീട്ടുകാർക്ക് കൊടുക്കാനുണ്ടാവും. അതിന് ജന്മി ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ, 1 ചാക്ക് നെല്ലെടുക്കും, എന്നിട്ട് ഒക്കലൊക്കെ ഇട്ട് ഈ അതിൻ്റെ പൊട്ടും പതിരൊക്കെ പാറ്റിക്കളഞ്ഞാൽ ആ പതിര് വാരി ചാക്കിനകത്ത് വെക്കും. എന്നിട്ട് 1 ചാക്ക് പതിരും 1 ചാക്ക് നെല്ലും മിക്സ് ആക്കിയിട്ട് 2 ചാക്കായിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതിനെതിരെയാണ് ആദ്യമായിട്ട് ആദിവാസികളെ സംഘടിപ്പിക്കുന്ന പണിയിലേക്ക് വർഗീസ് വന്നത് എന്നാണ് ശരി. കുണ്ടൽ നെല്ല്
ഈ കുണ്ടൽ പാട്ട, ഗുണ്ടിക പാട്ട, കുണ്ടൽ നെല്ല് ഈ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് അവർ ആദ്യമായിട്ട് വന്നത്. ആ സമയത്ത് വേറെ ആരും ഇത് സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് വർഗീസിൻ്റെ ഒപ്പം പോയി. അപ്പോൾ ആ വർഗീസിൻ്റെ ഒപ്പം ആ സമയത്ത് പോയത് ചോമമൂപ്പൻ, എൻ്റെ ഒരു മാമൻ കാളൻ, പി കെ കാളൻ്റെ അനിയൻ കരിയൻ, കൊറിയൻ, ഗോണി, ബട്ടി, തിരുനെല്ലിയുള്ള മരച്ചാത്തൻ, ഇങ്ങനെ കുറേ ആളുകൾ ഈ കൂടെ വർഗീസിൻ്റെ ഒപ്പം പോയിട്ടുണ്ട്. അവർ ജയിലിൽ 7 വർഷം കിടന്നിട്ടാണ് വന്നത്. കേസിൽ പിടിച്ചിട്ട് ജയിലിൽ 7 വർഷം കിടന്നതിന് ശേഷമാണ് അവർ പുറത്തു വരികയൊക്കെ ചെയ്തത്. ആ സമയത്തുള്ള ഒരു സമരത്തിൻ്റെ കാര്യങ്ങൾ അത്തരം ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആളുകളൊക്കെ അന്ന് അടിമപ്പണി ചെയ്യുന്ന ആളുകളാണ്. ശരിക്കും അടിമപ്പണി ചെയ്തുകൊണ്ട് വെള്ളൂർക്കാവിൽ വെച്ചിട്ടാണ് ഈ ആളുകളെ ശരിക്കും ഒരു ജന്മി മറ്റൊരു ജന്മിക്ക് വിൽക്കുന്നത്. അന്ന് ഇവർക്ക് പൈസയായിട്ട് അവസാനം കണക്ക് കൂട്ടുമ്പോൾ 50 പൈസ, 25 പൈസ, 1 രൂപ, 1.5 രൂപ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തത്. പക്ഷെ അന്ന് ആ പൈസയ്ക്ക് വിലയും ഉണ്ടായിരുന്നു. അന്ന് 10 പൈസയ്ക്ക് ഒരു ചായയും ഒരു കടിയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് 10 പൈസയ്ക്ക്. അപ്പോൾ ആ സമയത്ത് ഈ 1.5 രൂപ എന്നൊക്കെ പറയുന്നത് വലിയ പൈസ ആയിരുന്നു ശരിക്കും ആ സമയത്ത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ 1.5 രൂപയൊക്കെ കൊടുത്ത ജന്മിക്ക് 1 വർഷം മൊത്തം പണിയെടുത്താലും ആ കടം വീടില്ല. പിന്നെയും ആ കടം ബാലൻസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ആ ജന്മിയുടെ അടുത്ത് തന്നെ പണിയെടുക്കണം. ഇനി ആ ജന്മിയുടെ അടുത്ത് പണിയെടുക്കാൻ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അടുത്ത ജന്മിക്ക് ഇവിടെയുള്ള കുറച്ച് ആളുകളെ ഈ ജന്മിയാണ് കൊടുക്കുക. ജന്മി കൊടുക്കുമ്പോൾ അത് വെള്ളൂർക്കാവ് ആ ഉത്സവം നടക്കുമ്പോൾ ആ താഴേക്കാവെന്ന് പറയും, ആ റോഡ് സൈഡിലുള്ള കാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ആദിവാസികളെ കൊണ്ട് ഈ ജന്മിയുടെ കൂടെ ഈ 1 വർഷം ഫുള്ളായിട്ട് ഞങ്ങൾ പണിയെടുത്തോളാന്ന് ആ ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി സത്യം ചെയ്യിപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ ജന്മി തല്ലി കൊന്നാലും ഈ ആളുകൾ അവിടുന്ന് പോകില്ല, അവിടെ തന്നെ പണിയെടുക്കും. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ സത്യം ചെയ്തതുകൊണ്ട് അതിനെ ലംഘിച്ചാൽ നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ ആരോഗ്യത്തിനും ഒക്കെ പ്രശ്നമാണ് എന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ആളുകൾ. അപ്പോൾ അവിടെ അങ്ങനെ ഇതാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തല്ലിക്കൊന്നാലും അവിടെ തന്നെ ബാക്കിയുള്ള ആളുകൾ പണിയെടുക്കും. പിന്നെ രാത്രിയൊക്കെ ഈ ജന്മിയുടെ അടിയും ഇടിയും ഒക്കെ കൊള്ളാൻ പറ്റാതെ രാത്രി ഒളിച്ചോടിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കർണാടക ബോർഡറിൻ്റെ അടുത്തുള്ളതുകൊണ്ട് ആ കർണാടക ബ്രഹ്മഗിരി മല കയറിയ അപ്പുറത്തേക്ക് ഇറങ്ങിയ കൊടകിലേക്ക് പോവും. കൊടകിലുള്ള ആളുകൾ അവിടെ പ്രശ്നമാകുമ്പോൾ ആ മല കയറി ഇപ്പുറത്തേക്കും വരും. അങ്ങനെ ഈ ബോർഡറിൽ താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കഥയൊക്കെ ഈ അച്ഛനപ്പന്മാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ആകെ എടുത്തോണ്ട് പോകാൻ നെല്ലായതുകൊണ്ട് ഇത് കുത്തിയാണ് അവർ കഞ്ഞി വെക്കുക. അതുകൊണ്ട് പേറ്റാൻ ഒരു മുറം ഉണ്ടാവും. ഈ നെല്ല് കുത്തി പേറ്റി എടുക്കാൻ വേണ്ടി മുറം വേണ്ടേ, മുറവും പിന്നെ കുറച്ച് മൺകലൊക്കെയാണ് അവർക്കുള്ളത്. അത് ഒരു ചാക്കിലിട്ട രാത്രിക്ക് രാത്രി ഭാര്യനെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് അവർ ആ മല കയറി അപ്പുറത്തേക്ക് പോയി കളയും. ഈ പേടിച്ച് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വർഗീസിൻ്റെ ഒരു ഇടപെടൽ ഞങ്ങളുടെ ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിരുന്നു. അതിനുവേണ്ടി അവരൊക്കെ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നകളൊക്കെ അറസ്റ്റ് ചെയ്ത് അതൊക്കെ പോയി. പിന്നീട് അതിനെക്കുറിച്ച് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം വർഗീസിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുനെല്ലി പഞ്ചായത്തിലെ പോലീസ് ക്യാമ്പ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് തിരുനെല്ലിയിലാണ് ആരംഭിക്കുന്നത്. തിരുനെല്ലിയിൽ ഈ പോലീസ് ക്യാമ്പ് ആരംഭിക്കുമ്പോൾ തിരുനെല്ലി അമ്പലത്തിൻ്റെ വക തെക്കേ കൊട്ടിൽ എന്ന് പറയുന്ന കുറച്ച് സ്ഥലമുണ്ട് അമ്പലത്തിന്. അവിടെയാണ് പോലീസിൻ്റെ ക്യാമ്പ് ആദ്യമായിട്ട് ആരംഭിച്ചത്. തെക്കേ കൊട്ടിൽ ആരംഭിച്ച് അതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് അത് മാറി വന്നത്. അങ്ങനെ വർഗീസിനെ പിടിക്കുന്നു എന്നുള്ള ഇതിൽ പോലീസും പട്ടാളത്തിൻ്റെയും ക്യാമ്പ് അവിടെ ആരംഭിക്കുകയും അവിടെ കോളനികളിൽ വ്യാപകമായ രീതിയിൽ പോലീസിൻ്റെ വല്ലാത്ത അരാജകത്വം നടക്കുകയും അപ്പോൾ പുരുഷന്മാരെ പിടിച്ചോണ്ട് പോകുന്നതിന് ഈ പുരുഷന്മാർ മൊത്തം ഓടി കാട്ടിൽ ഒളിച്ചു കളയും. പുരുഷന്മാരാരും വീട്ടിലുണ്ടാവില്ല, സ്ത്രീകളെ ഉണ്ടാവുക. അപ്പോൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും മാനഭംഗപ്പെടുത്തുകയും അങ്ങനെ അവിവാഹിതരായ അമ്മമാരുടെ ഉത്ഭവം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ശേഷം പിന്നെ അതുവരെ സാധാരണ പ്രക്രിയ പോലെ എല്ലാ ആളുകളും ഏറ്റെടുക്കുന്ന ഒരു തലത്തിലേക്ക് അത് വരുവാണ് ചെയ്തത്. അവിടെ നിന്നാണ് അവിവാഹിതരെ അമ്മമാരുടെ ഉത്ഭവം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഈ സംഭവത്തോട് ബന്ധിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് വന്നു. അപ്പോൾ ഞാനൊക്കെ ഈ രംഗത്തേക്ക് ഏറ്റവും ആദ്യം വന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു കേസ് അവിവാഹിതരായ അമ്മമാരുടെ കേസിലായിരുന്നു. ശരി, മാച്ചി, 2ാം ഗേറ്റിലെ സുബ്ബി,
ഇങ്ങനെ സുബ്ബിയൊക്കെ വളരെ ഭീകരമായിട്ടാണ് മരണപ്പെട്ടത്. രണ്ടാം ഗേറ്റിലുള്ള സുബ്ബിയൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരുടെ കാര്യത്തിലും അങ്ങനെ ഇടപെട്ട് അതിനുശേഷമാണ് പിന്നീട് ഈ ഞാൻ ഏറ്റവും കൂടുതൽ മീറ്റിംഗ് നടത്തിയത്. ഞങ്ങളുടെ ആളുകൾ മുഴുവനും രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം രാത്രിയാണ് തിരിച്ചു വരിക. അപ്പോൾ പകൽ ആരെയും ശരിക്കും വീട്ടിൽ കിട്ടില്ല. അപ്പോൾ രാത്രിയായിരുന്നു ശരിക്കും ഞാനൊക്കെ മീറ്റിങ്ങിന്. എല്ലാ രാത്രിയും ഒരു കോളനിയിൽ മീറ്റിംഗ് ഉണ്ടാവും, ഓരോ കോളനിയിൽ. ആ സമയത്ത് ബസ്സൊന്നുമില്ല. അപ്പം ഞങ്ങൾ കാട് വഴി ഷോട്ടിന് നടന്ന് പോയിട്ടാണ്. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ 3-4 സഹപ്രവർത്തകരുണ്ട്. ഞങ്ങൾ പോയി അങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടാണ്. അപ്പോൾ ഓരോ കോളനിയിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്ത് അവിടുത്തെ പ്രശ്നം എന്താണെന്ന്. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരിപ്പോൾ മൈക്ക് കിട്ടിയാൽ പിന്നെ വിയറ്റ്നാമിൽ എന്ത് നടന്നു, അമേരിക്കയിൽ എന്ത് നടന്നു, ഒറീസയിൽ എന്താ, മഹാരാഷ്ട്രയിൽ എന്താ, ഇവിടുത്തെ കാര്യം പറയുകയില്ല. ഇവിടെ എന്താ നടന്നതെന്ന് ആരും മിണ്ടില്ല. അവിടുത്തെ കാര്യം പറഞ്ഞ് അവസാനം മീറ്റിംഗ് കഴിഞ്ഞ് അവരവർ പാട്ടിന് പോകും. അപ്പോൾ ഞാനപ്പോൾ ചെയ്തിരുന്നത് ആ കോളനിയിലെ കാര്യങ്ങൾ, അവരുടെ ജീവിതം മാത്രമാണ് ചർച്ച ചെയ്തത്. തൊട്ടടുത്തുള്ള കോളനിയെ പോലും നമ്മൾ അതിലേക്ക് ജോയിൻ്റ് ആയിട്ട് ചർച്ച ചെയ്തിരുന്നിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോഴാണ് ഈ ഭൂപ്രശ്നത്തിൻ്റെ സംഭവത്തിലേക്ക് ശരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ഭൂപ്രശ്നത്തിൻ്റെ സമരത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ആദിവാസി അല്ലാത്ത പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരുപാട് എതിർപ്പ് എനിക്ക് നിരന്തരമായിട്ടുണ്ടായിട്ടുണ്ട്. ഞാനതിനൊരു പുല്ലുവിലയും കൽപ്പിച്ചിട്ടില്ല. അതവരുടെ പാട്ടിന് പറഞ്ഞു പോട്ടെ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ പരിപാടി ഇങ്ങനെ തുടരെ ആരംഭിക്കുന്ന ഒരു പണിയാണ് ശരിക്കും ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഭൂപരിഷ്കരണത്തെക്കുറിച്ചും പിന്നെ 1975 ഭൂനിയമത്തിനെക്കുറിച്ചും ഈ 74 ബെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ടിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ പിന്നീടാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ ഓരോന്നും അന്വേഷിച്ച് വരുമ്പോഴും ഇവിടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇതിനു വേണ്ടി മാറ്റിവെച്ച ആദിവാസി പ്രോജക്റ്റ്, ഇപ്പോൾ ചീങ്ങേരി പ്രോജക്റ്റാണ് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് 1957 ശരിക്കും നമ്മുടെ വയനാട് ജില്ല കേരള ഗവൺമെൻറ് ജില്ലയായിരുന്നില്ല, മദ്രാസ് ഗവൺമെൻറ് ജില്ലയായിരുന്നു. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് TSP ഫണ്ടിലെ പൈസ കൊടുത്ത് വിലയ്ക്ക് മേടിക്കുന്നത് 526 ഏക്കർ ഭൂമിയാണ്, ചീങ്ങേരി പ്രോജക്റ്റ് ഭൂമി. അത് മേടിക്കുമ്പോൾ അന്നത്തെ ജില്ലാ കളക്ടർ, കോഴിക്കോട് കളക്ടറെയാണ് വയനാടുകാരെ ആശ്രയിച്ചിരുന്നത്. കോഴിക്കോടാണ് ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നത്. ആ കളക്ടറുടെ പേര് വേളികൃഷ്ണൻ എന്നാണ്. വേളികൃഷ്ണൻ എഴുതി വെച്ച കൃത്യമായിട്ടുള്ള ഒരു ബയലോ ഉണ്ട്. അതെല്ലാവരും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ബയലോയിൽ പറയുന്നത് പട്ടിണിയിൽ നിന്നും അടിമത്തത്തിലും കഴിയുന്ന ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് വ്യവസ്ഥ ശരിക്കും ഉണ്ടാക്കുന്നത്. ഈ പ്രോജക്റ്റ് വ്യവസ്ഥയിൽ ഓരോ ആദിവാസി കുടുംബത്തിനെയും അവിടെ കൊണ്ടുപോയിട്ട് തൊഴിലെടുപ്പിക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു താൽക്കാലിക സൊസൈറ്റി അവിടെ നിലനിർത്തണം, ഇവർക്ക് കൂലി കൊടുക്കുന്നതിന് വേണ്ടി. 5 വർഷം പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതി പ്രദേശം ആദായമാകുമ്പോൾ ഓരോ ആദിവാസി കുടുംബത്തിന് 5 ഏക്കർ ഭൂമി വെച്ച് പതിച്ചു പട്ടയം കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ താൽക്കാലിക സൊസൈറ്റി പിരിച്ചുവിട്ട് പുറത്തു പോകണം എന്ന് കൃത്യമായിട്ട് ആ ബയലോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള പ്രോജക്റ്റ് ഭൂമിയിൽ അവിടെ വന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്ന എംപ്ലോയീസിൻ്റെ കക്കൂസിലടക്കം ആദിവാസികൾ താമസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയൊക്കെയാണ് ഞാൻ ശരിക്കും ആ സമയത്ത് ശക്തമായിട്ടുള്ള സമരത്തിന് വേണ്ടി വന്നത്. ഇന്നുവരെയും ആ ഭൂമി പതിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, ചീങ്ങേരി പ്രോജക്റ്റ്. ഇപ്പോഴും നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം എത്ര വർഷമായി. അതിന് ശേഷം ഈ അടിമക്കച്ചവടം പോലെയുള്ള ഒരു സംഭവം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1957 ഇടതുപക്ഷ ഗവൺമെൻറ് ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഞാൻ വല്ലാതെ വിമർശിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കും എനിക്ക് അതിനോടെന്തോ വ്യക്തിവൈരാഗ്യമുണ്ട്. എനിക്കൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല അവരോട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, എല്ലാവരെയും അംഗീകരിക്കുന്ന പ്രസ്ഥാനം. അതിൻ്റെ മാനിഫെസ്റ്റോയെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് അറിയുകയും ചെയ്യാം അതിനെക്കുറിച്ച്. പക്ഷേ മാനിഫെസ്റ്റോയും അതിൻ്റെ പ്രസിദ്ധശാസ്ത്രവും ഒന്നല്ല ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നടപ്പിലാക്കുന്നത്. ഇവിടെ സ്വാർത്ഥതയും ഏകാധിപത്യവുമാണ് നടപ്പിലാക്കുന്നത്. അത് രണ്ടാമത്തെ വിഷയം. ജനാധിപത്യമൊന്നും കേരളത്തിൽ ഈ കാലം അത്രയായിട്ടും പുലർന്നിട്ടില്ല എന്ന് ഞാൻ പറയും. അത് പുലരാൻ ഇനിയും സമയമെടുക്കും. അതിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയുള്ള ഈ സംഭവത്തിൽ 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ അടിമക്കച്ചവടം അവസാനിപ്പിക്കലായിരുന്നു. പക്ഷേ അടിമക്കച്ചവടം അവർ അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, 1970 വരെ, 57 അധികാരത്തിൽ വന്നിട്ടും 70 വരെ ഈ കച്ചവടം സുലഭമായിട്ട് ഈ വെള്ളൂർക്കാവ് അമ്പലത്തിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്.
അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ജിയോ വരുന്നുണ്ട്, അടിമക്കച്ചവടം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ ജിയോയുടെ പശ്ചാത്തലത്തിലാണ് അടിമക്കച്ചവടം അവസാനം നിർത്തലാക്കുന്നത്. അതുവരെയും ഇടതുപക്ഷ അധികാരത്തിൽ വന്നിട്ട് ഞാൻ അതിനു വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്ന ആളാണ്. അതുമാത്രമേ ഞങ്ങളുടെ രക്ഷയുള്ളൂ എന്ന് ഒരു കാലത്ത് ഞാൻ അതുമാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഞങ്ങളുടെ രക്ഷക്കല്ലാന്ന് തിരിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അത് ശരിക്കും എൻ്റെ മനസ്സിൽ അതിൻ്റെ ആ അനുഭവം ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ തീഷ്ണതയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. ഞാൻ ആ തീഷ്ണത തന്നെ നിൽക്കും, ആരെന്തു പറഞ്ഞാലും. അന്നത്തെ എൻ്റെ അനുഭവം അത് ഞാനിപ്പോൾ പുസ്തകം വായിച്ചോ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടൊന്നും നിലപാടെടുക്കാറില്ല. എൻ്റെ ജീവിത അനുഭവത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും എപ്പോഴും നിലപാടെടുക്കൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം അന്ന് നടക്കുകയും ഭൂപരിഷ്കരണം 60കളിൽ കൊണ്ടുവരികയും ചെയ്തു. ഈ ഭൂപരിഷ്കരണം കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ചെയ്ത ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ളൊരു നിലപാട് പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും ഭൂപരിഷ്കരണത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഭൂപരിഷ്കരണത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. അതിനോടൊപ്പം നേരത്തെ വിജയൻ സാറ് പറഞ്ഞ പോലെ ട്രസ്റ്റ് ഭൂമി, അമ്പലത്തിൻ്റെ ഭൂമി, പള്ളീൻ്റെ ഭൂമി, പാരിസൺ എസ്റ്റേറ്റുകൾ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതെന്താ, കേരളത്തിലുള്ളതല്ലേ? ഇത് കേരളത്തിൻ്റെ പുറത്തുള്ളതാണ്. കേരളത്തിലൊരു ഭൂപരിഷ്കരണം വരുമ്പോൾ കേരളത്തിലെ മുഴുവൻ ഭൂപരിഷ്കരണം അതിനകത്ത് വരണമല്ലോ ഭൂമി. ഇത് മാത്രം കേരളത്തിൻ്റെ പുറത്തായി പോകുന്നത് എങ്ങനെയാണ് ശരിക്കും? അപ്പോൾ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം, അവരുടെ ഇടപെടലും ആരോട് ചേർന്നിട്ടാണെന്ന് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചാലും വളരെ ക്ലിയറാണ്. അത് ഞാൻ തുറന്നു പറയാൻ പോകുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. ആദിവാസികൾക്ക് അന്ന് ഭൂമി കൊടുക്കാതെ ഇരുന്നതിൻ്റെ ഭൂപരിഷ്കരണത്തിൽ അതിന് മുമ്പ് പട്ടയം കൊടുക്കാതിരുന്നതിൻ്റെ റീസൺ പറഞ്ഞത് ഗവൺമെൻറ് ആദിവാസികൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ല, അതുകൊണ്ട് ആദിവാസികൾക്ക് പട്ടയം കൊടുത്താൽ ആദിവാസികൾ ഭൂമി വിറ്റ് കളയും. അങ്ങനെ പറഞ്ഞിട്ട് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാതിരിക്കുകയും ഭൂപരിഷ്കരണത്തിലൂടെ ആദിവാസികളുടെ രേഖയില്ലാത്ത ഭൂമിയെല്ലാം മിച്ചഭൂമിയായിട്ട് എടുത്തപ്പോൾ മുഴുവൻ ആദിവാസിൻ്റെ ഭൂമി മിച്ചഭൂമിയായിട്ട് പിടിക്കുകയും ചെയ്തു. ആദ്യത്തെ ആദിവാസികളുടെ ഭൂമി എൻക്രോച്ച് ചെയ്യുന്നത് ഭരണാധികാരികളാണ്. അതിനുശേഷമാണ് കുടിയേറ്റ കർഷകരായിട്ടുള്ള ആളുകൾ വന്ന് ഭൂമിയിലേക്ക് എൻക്രോച്ച് ചെയ്യുന്നത്. ഭൂമിയിലേക്ക് എൻക്രോച്ച് ചെയ്ത സമയത്തും ആദിവാസികൾ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഒരു എൻക്രോച്ചുകാരനും പട്ടയം കൊടുത്തിട്ടില്ല. ഇത് കൊടുത്തതും ഈ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ എപ്പോഴും പ്രതിയായിട്ട് നിൽക്കുന്നത് ഗവൺമെൻറ്റാണ്. അത് ഇടതുപക്ഷമായാലും ശരി, വലതുപക്ഷമായാലും ശരി, ഇനി വേറെ ഏത് NDA ഗവൺമെൻറ് ആയാലും ശരി, ഇവരൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള പ്രതികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ട് ആണ് ഞാനൊക്കെ ശരിക്കും ശബ്ദമുയർത്തി പിന്നീട് വന്നത്. ആ സമയത്ത് ഇവർ ഒരു ഔദാര്യം കൂടി ചെയ്തത് കുടികിടപ്പവകാശം 5 സെൻറ്റ്, അത് ആദിവാസികൾക്ക് 5 സെൻറ്റ് കുടികിടപ്പവകാശം. എന്നിട്ട് അത് അന്തസ്സായിട്ട് പാടുകയാണ് ചെയ്തേ. നമുക്കല്ല, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി ഞങ്ങളുടെ ആളുകളൊക്കെ പാവം ഭൂമി കിട്ടുന്നോർത്ത് ഓറക്കളച്ച് പട്ടിണി കിടന്ന് പാട്ടുപാടി അവസാനം പാടമെല്ലാം അവർക്ക്, പാട്ട് മാത്രം ഞങ്ങൾക്ക്. ഈ പണി വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായി തങ്ങളുടെ നിലപാടുകൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായും സെഷൻ പൂർത്തിയാവണമെങ്കിൽ ഒരു ചോദ്യോത്തര സെഷൻ കൂടി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മളുടെ സമയം 10 മിനിറ്റ് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് ഇനി സമയം അനുവദിക്കരുത് എന്ന് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള അഭ്യർത്ഥന ഉണ്ട്. കാരണം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ ഇതേ വേദിയിൽ നടക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിജയേട്ടനും ജാനുവച്ചിയൊക്കെ ഇവിടെ സംസാരിച്ചതിൽ നിന്ന് പൊതുസമൂഹമാണ് ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത്. ഭരണകൂടങ്ങൾ പ്രതിസ്ഥാനത്താണ്, പൊതുസമൂഹം പ്രതിസ്ഥാനത്താണ്, മാധ്യമങ്ങൾ പ്രതിസ്ഥാനത്താണ്. നമ്മളിപ്പോഴും സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ പൊതുബോധം അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് ഇപ്പോഴും ഈ ഗോത്ര ജനവിഭാഗങ്ങളുടെ, ദലിതരുടെ, കീഴാള വിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾക്കെതിരായ ഒരു ഭരണകൂട ഭാഷ്യമാണ് നമ്മളൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഒരു പാഠം ഇതിനുണ്ട്. തീർച്ചയായും അത്തരം സമരചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു, 1768 ഇടത്തറയിൽ തുടങ്ങിയ പോരാട്ടം മുതൽ ഇന്ന് വരെയുള്ള CK ജാനുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ കഥ കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അത്തരം അന്വേഷണങ്ങൾ നമ്മുടെ രാഷ്ട്രീയ, മത, ജാതി, പ്രാദേശിക പരിഗണനകൾക്കപ്പുറത്തേക്ക് വളരട്ടെ. തീർച്ചയായും നമ്മുടെയൊക്കെ ഭാവി ശോഭനമാക്കാൻ
വിശാലമായ ഒരു മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഈ ചർച്ചയെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫ് സ്കറിയ, ശ്രീമാൻ വിജയൻ കുഴിവേലി, CK ജാനു, എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.